നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ വിശ്വാസി സമൂഹത്തിന് ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്ന് UAE ഭരണാധികാരികൾ. അബുദാബി ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിൽ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്ത പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. പ്രതിലോമ ശക്തികളെ മനുഷ്യത്വത്തിന്റെയും മൈത്രിയുടെയും കൈകോർക്കലുകളുടെ ചെറുക്കേണ്ടതുണ്ടെന്ന് പെരുന്നാൾ ദിനാശംസിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹിയിൽ കള്ളപ്പണം തേടി നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയത് നോയിഡ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന വമ്പൻ നീല ചലച്ചിത്ര നിർമ്മാണ റാക്കറ്റിനെ. ലൂസിഫറിലെ വില്ലൻ ബോളിവുഡ് താരം വിവേക് ഒബ്രോയുമായി ബന്ധപ്പെട്ട കമ്പനിയിൽ ED റെയ്ഡ് നടത്തി. 19 കോടി രൂപയുടെ ആസ്തികൾ ED കണ്ടുകെട്ടി. തനി സ്വഭാവം പുറത്തുകാട്ടി ഡൊണാൾഡ് ട്രംപ്. ഉക്രൈനിലെ ധാതു ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പിന്തുണച്ച് നിലപാടെടുത്ത ട്രംപ് ഇപ്പോൾ പുടിനെ തള്ളിപ്പറയുന്നു. 1 മാസത്തിനുള്ളിൽ ഉക്രൈനിൽ വെടിനിർത്തൽ കരാറിന് റഷ്യൻ നേതാവ് സമ്മതിച്ചില്ലെങ്കിൽ മോസ്കോയുടെ എണ്ണ കയറ്റുമതിയിൽ തീരുവ ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ്. UKയും USഉം തമ്മിലുള്ള സാമ്പത്തിക കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ വേഗതയിൽ തുടരുമെന്ന് ഫോൺ സംഭാഷണത്തിൽ സമ്മതിച്ച് സർ കെയർ സ്റ്റാമറും ഡൊണാൾഡ് ട്രംപും. ഇസ്രായേലിന്റെ ഉരുക്കുമുഷ്ടിയിൽ ശ്വാസം മുട്ടി ഗാസ. അവസരം മുതലാക്കി ട്രംപ്. ഗാസയിൽ തടവിലാക്കപ്പെട്ട ഇസ്രായേലികളുടെ മോചനം ഉറപ്പാക്കാൻ ഒരു കരാറിലെത്താൻ താൻ തയ്യാറാണെന്ന് സൈനിക സമ്മർദ്ദം ഫലപ്രദമാണെന്നും ബെഞ്ചമിൻ നെതന്യാഹു. UKയും USഉം തമ്മിലുള്ള സാമ്പത്തിക കരാറിനെ കുറിച്ചുള്ള ഉൽപാദനക്ഷമമായ ചർച്ചകൾ വേഗത്തിൽ. കള്ളക്കടത്തുകാരെ തീവ്രവാദികളെ പോലെയാണ് പരിഗണിക്കേണ്ടതെന്ന് ലണ്ടനിൽ സംഘടിത കുടിയേറ്റ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ഒരു അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ നിലപാടെടുക്കാൻ കെയർ സ്റ്റാമർ. ഗ്രീൻലാൻഡ് നിയന്ത്രണം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവനകൾക്ക് മറുപടിയായി ഗ്രീൻലാൻഡ് USന് ലഭിക്കില്ലെന്ന് ഗ്രീൻലാൻഡ് നിയുക്ത പ്രധാനമന്ത്രി ജെൻസ് ഫ്രെഡറിക് നീൽസൺ. വാരാന്ത്യത്തിൽ ഒന്റാറിയൻ ഐസ് കൊടുങ്കാറ്റ് വീശി അടിച്ചതോടെ ഞായറാഴ്ച 3 ലക്ഷത്തിലധികം കനേഡിയന്മാർക്ക് വൈദ്യുതി തടസ്സം നേരിട്ടു. ഒട്ടാവ, ക്യൂബൈക്ക്, ഒന്റാറിയോ എന്നിവയുടെ ചില ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ചയ്ക്കുള്ള ശൈത്യകാല കൊടുങ്കാറ്റ് മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ച് എൻവയോൺമെന്റ് കാനഡ. സ്വയം നിയന്ത്രിത റോബോ ടാക്സിയുടെ പരീക്ഷണ ഓട്ടത്തിന് അബുദാബിയിൽ തുടക്കമായി. വിഷൻ 2030ന്റെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി മെക്കയിലും മദീനയിലും തീർത്ഥാടകർക്ക് 65,000-ലധികം ആതുര സേവനങ്ങൾ നൽകി ആരോഗ്യ മന്ത്രാലയം. മദീന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുതിയ ലോഞ്ച് അൽ തൻഫീതി ഉദ്ഘാടനം ചെയ്ത് ഗവർണർ അമീർ സൽമാൻ ബിൻ സുൽത്താൻ ബിൻ അബ്ദുൽ അസീസ്. CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിക്ക് സാധ്യതയേറുന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ വിശ്വാസി സമൂഹത്തിന് ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്ന് UAEയിലെ ഭരണാധികാരികൾ. സായിദ് ഗ്രാൻഡ് മോസ്കിൽ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്ത പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എക്സിലൂടെയാണ് ആശംസകൾ നേർന്നത്. എന്റെ സഹോദരങ്ങൾ, എമിറേറ്റ്സിലെ ഭരണാധികാരികൾ, UAEയിലെ ജനങ്ങൾ, ലോകത്തുടനീളമുള്ള മുസ്ലിങ്ങൾ എല്ലാവരെയും അഭിനന്ദിക്കുന്നതായി ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. എല്ലാവർക്കും സമാധാനത്തിനും അഭിവൃദ്ധിക്കും അനുഗ്രഹത്തിനും വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖലീദ് ബിൻ മുഹമ്മദ് അൽ നഹ്യാൻ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ആരാധനകളിൽ പങ്കെടുത്തിരുന്നു. UAEയിലെയും എല്ലാ അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെയും ജനങ്ങൾക്ക് എല്ലാ വർഷവും ക്ഷേമവും സുരക്ഷിതവും സമൃദ്ധവും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നതായി UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പറഞ്ഞു. പ്രതിലോമ ശക്തികളെ മനുഷ്യത്വത്തിന്റെയും മൈത്രിയുടെയും കൈകോർക്കലുകളുടെ ചേർക്കേണ്ടതുണ്ടെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്ന മുഖ്യമന്ത്രി ഈ ചെറിയ പെരുന്നാൾ ദിനം ഒരുമയുടെ വലിയ ആഘോഷമായി മാറട്ടെ എന്ന് ആശംസിച്ചു. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സന്ദേശമുയർത്തിപ്പിടിച്ച ഒരു റംസാൻ കാലമാണ് കഴിഞ്ഞുപോയത്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും ക്ലേശങ്ങളിലും സാന്ത്വന സ്പർശമായി മാറുന്ന ഉന്നതമായ മാനവികതയുടേതാണ് റംസാൻ. വേർതിരിവുകളില്ലാതെ ലോകമെമ്പാടുമുള്ളവർ ഈദ് ആഘോഷങ്ങളിൽ പങ്കുചേരുകയാണ്. പരസ്പര വിശ്വാസത്തിലും സാഹോദര്യത്തിലുമൂന്നിയ സാമൂഹിക ബന്ധങ്ങളുടെ തിളക്കമാണ് ഈ ആഘോഷങ്ങളുടെ പ്രധാന സവിശേഷതയെന്ന് കാണാം. വൈവിധ്യങ്ങളുടെ സമ്പന്നതയെ ഭയക്കുന്ന വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഇന്ന് ലോകത്തെങ്ങും വർഗീയതയുടെ വിഷവിത്തുകൾ വിതക്കുകയാണ്. ആളുകളെ ഭിന്നിപ്പിച്ചും തമ്മിലടിപ്പിച്ചും വില കുറഞ്ഞ രാഷ്ട്രീയ നേട്ടങ്ങളുണ്ടാക്കാൻ ശ്രമിക്കുന്ന പ്രതിലോമ ശക്തികളെ മനുഷ്യത്വത്തിൻ്റെയും മൈത്രിയുടെയും കൈകോർക്കലുകളിലൂടെ ചെറുക്കേണ്ടതുണ്ട്. ഈ ചെറിയ പെരുന്നാൾ ദിനം ഒരുമയുടെ വലിയ ആഘോഷമായി മാറട്ടെ.
എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ. എനിക്ക് ദേഷ്യം വരുന്നു. പുടിനോട് തനി സ്വഭാവം പുറത്തുകാട്ടി ട്രംപ്. തനി സ്വഭാവം പുറത്തുകാട്ടി ഡൊണാൾഡ് ട്രംപ്. ഉക്രൈനിലെ ധാതു ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ട് ഒരാഴ്ച മുഴുവൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പിന്തുണച്ച് നിലപാടെടുത്ത ട്രംപ് ഇപ്പോൾ പുടിനെ തള്ളിപ്പറയുന്നു. ഒരു മാസത്തിനുള്ളിൽ ഉക്രൈനിൽ വെടിനിർത്തൽ കരാറിന് റഷ്യൻ നേതാവ് സമ്മതിച്ചില്ലെങ്കിൽ മോസ്കോയുടെ എണ്ണ കയറ്റുമതിയിൽ തീരുവ ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് വക അടുത്ത ഭീഷണിയെത്തി. അതുമാത്രമല്ല, റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് US കാന്തതീരുവ ഏർപ്പെടുത്തും. NBC ന്യൂസിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളെ ബാധിക്കുന്ന 25% അല്ലെങ്കിൽ 50% തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് സൂചിപ്പിച്ചു. ഈ തീരുമാനം ഏറെ ബാധിക്കുക റഷ്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ അളവിൽ എണ്ണ വാങ്ങുന്ന ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളെയാകും. ഉക്രൈൻ, റഷ്യ, US ചാർഹകൾക്കും വേദിയൊരുക്കിയ സൗദിക്ക് US നൽകുന്ന പ്രതിഫലം കൂടിയാകും ഈ തീരുമാനം. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് US തീരുവ വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഈ രാജ്യങ്ങൾ റഷ്യയെ ഉപേക്ഷിച്ച് സൗദി അടക്കം GCC രാജ്യങ്ങളിൽ നിന്നും എണ്ണ വാങ്ങേണ്ടി വരും. UKയും USഉം തമ്മിലുള്ള സാമ്പത്തിക കരാറിനെ കുറിച്ചുള്ള ഉൽപാദനക്ഷമമായ ചർച്ചകൾ വേഗതയിൽ തുടരുമെന്ന് സർ കെയർ സ്റ്റാമറും ഡൊണാൾഡ് ട്രംപും സമ്മതിച്ചു. US താരിഫുകൾ സംബന്ധിച്ച സമയപരിധി അവസാനിക്കുന്നതിന് മുമ്പ് ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലൂടെയാണ് തീരുമാനമെന്ന് ഡൗണിംഗ് സ്ട്രീറ്റ് പറഞ്ഞു. ബുധനാഴ്ച നിലവിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ട്രംപിന്റെ 25% കാർ ഇറക്കുമതി ലെവിക്ക് മുന്നോടിയായി അവസാന നിമിഷം ഇളവ് നേടാൻ ബ്രിട്ടീഷ് സർക്കാരും ശ്രമിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി കള്ളപ്പണം തേടി നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയത് നോയിഡ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന വമ്പൻ നീല ചലച്ചിത്ര നിർമ്മാണ റാക്കറ്റിനെ. മോഡലുകളായ യുവതികളെ റിക്രൂട്ട് ചെയ്ത് നീല ചിത്രങ്ങൾ നിർമ്മിച്ചിരുന്ന ദമ്പതിമാരാണ് ED റെയ്ഡിൽ കുടുങ്ങിയത്. വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചെന്നാരോപിച്ചാണ് ED ഉദ്യോഗസ്ഥർ ദമ്പതിമാരുടെ നോയിഡയിലെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. നോയിഡ സ്വദേശികളായ ഉജ്വൽ കിഷോർ, ഭാര്യ നീലു ശ്രീവാസ്തവ എന്നിവരാണ് സബ്ഡിജി വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വന്തം കമ്പനി സ്ഥാപിച്ച് ചലച്ചിത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി വിദേശത്ത് നിന്ന് വൻതോതിൽ പണം കൈപ്പറ്റിയെന്നും ഏകദേശം 15.66 കോടി രൂപയോളം ദമ്പതിമാർക്ക് വിദേശത്ത് നിന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിരുന്നതായും ED കണ്ടെത്തി. ലൂസിഫറിലെ വില്ലൻ ബോളിവുഡ് താരം വിവേക് ഒബ്രോയുമായി ബന്ധപ്പെട്ട കമ്പനിയിൽ ED റെയ്ഡ്. ഭവന പദ്ധതി തട്ടിപ്പ് കേസിൽ കാരം ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയുടെ 19 കോടി രൂപയുടെ ആസ്തികളാണ് ED കണ്ടുകെട്ടിയത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബാംഗങ്ങൾക്കുള്ള ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉണ്ടായ സാമ്പത്തിക ക്രമക്കേടാണ് നിലവിൽ അന്വേഷിക്കുന്നത്. ഒരു ഭാഗത്ത് ഉക്രൈനു മേൽ റഷ്യ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ലോക നേതാക്കൾ ശ്രമം നടത്തുമ്പോൾ ഇതേ ലോക നേതാക്കൾ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കുന്ന കൂട്ടക്കുരുതി സാധാരണ കാഴ്ചയായ ഒരു യുദ്ധകാലം ഉണ്ട്. പാലസ്തീൻ. ഇസ്രായേലിന്റെ ഉരുക്കുമുഷ്ടിയിൽ ഗാസ ശ്വാസത്തിനായി പിടയുമ്പോൾ ആ സ്ഥലത്തിൽ കണ്ണുവെച്ച് ഇസ്രായേലിന് എല്ലാ പിന്തുണയും നൽകുകയാണ് US. ഇപ്പോഴിതാ ഗാസയിൽ തടവിലാക്കപ്പെട്ട ഇസ്രായേലികളുടെ മോചനം ഉറപ്പാക്കാൻ ഒരു കരാറിലെത്താൻ താൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് സൈനിക സമ്മർദ്ദം ഫലപ്രദമായിരുന്നു എന്നും ബെഞ്ചമിൻ നെതന്യാഹു ഞായറാഴ്ച പറഞ്ഞു. ബന്ദികളെ മോചിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഗൗരവമേറിയ ചർച്ചകളിൽ തന്റെ സർക്കാർ ഏർപ്പെടുന്നില്ലെന്ന് ഹമാസിന്റെയും ഇസ്രായേലി പ്രതിഷേധക്കാരുടെയും വാദങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് വെടിനിർത്തലിന് തങ്ങൾ തയ്യാറാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞത്. US എത്ര ആഗ്രഹിച്ചാലും ഗ്രീൻലാൻഡ് USന് ലഭിക്കില്ലെന്ന് പുതിയ ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ജെൻസ് ഫെഡറിക് നീൽസൺ പറഞ്ഞു. വിശാലമായ ആർട്ടിക് രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവനകൾക്ക് മറുപടി നൽകുകയായിരുന്നു നീൽസൺ. ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് ലഭിക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് പറയുന്നു. ഞാൻ വ്യക്തമായി പറയട്ടെ, അമേരിക്കയ്ക്ക് അത് ലഭിക്കില്ല. നമ്മൾ മറ്റാരുടെയും സ്വന്തമല്ല. നമ്മുടെ ഭാവി നമ്മൾ തന്നെ നിർണ്ണയിക്കുന്നു, നീൽസൺ പറഞ്ഞു. ഗ്രീൻലാൻഡിന് വേണ്ടി ഡെൻമാർക്ക് ഒന്നും ചെയ്തിട്ടില്ലെന്ന ഗ്രീൻലാൻഡിലെത്തിയുള്ള US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പ്രസ്താവനയും പുതിയ ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ജെൻസ് ഫ്രെഡറിക് നീൽസൺ തള്ളിക്കളഞ്ഞു. വാരാന്ത്യത്തിൽ ഒൻറ്റാറിയോയിൽ വീശിയടിച്ച ഐസ് കൊടുങ്കാറ്റ് കാരണം ഞായറാഴ്ച 3 ലക്ഷത്തിലധികം കാനേഡിയന്മാർക്ക് വൈദ്യുതി തടസ്സം നേരിട്ടതായി വൈദ്യുതി ദാതാവായ ഹൈഡ്രോ വൺ അറിയിച്ചു. ഒട്ടാവ, ക്യൂബെക്, ഒൻറ്റാറിയോ എന്നിവയുടെ ചില ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ചയ്ക്കുള്ള ശൈത്യകാല കൊടുങ്കാറ്റ് മുന്നറിയിപ്പുകൾ എൻവയോൺമെന്റ് കാനഡ പുറപ്പെടുവിച്ചു. ചില പ്രദേശങ്ങളിൽ തിങ്കളാഴ്ച രാവിലെ വരെ മഞ്ഞ് കലരുകയോ ഐസ് പെലറ്റുകളായി മാറുകയോ ചെയ്യാനുള്ള സാധ്യത തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന വനിതകൾക്ക് പാകിസ്ഥാനിലും സുരക്ഷിതമില്ല. പാകിസ്ഥാനിൽ അഭയം തേടി 50-ലധികം പ്രമുഖ അഫ്ഗാൻ വനിതാ അവകാശ പ്രവർത്തകർ നാടുകടത്തൽ ഭീഷണി നേരിടുന്നു. താലിബാൻ ഭരണത്തിൽ തടവിലാക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു എന്ന് ഭയപ്പെട്ട് പാകിസ്ഥാനിലെത്തിയതാണ് ഇവർ. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാകുകയും അതിർത്തി പ്രദേശങ്ങളിൽ തീവ്രവാദികൾ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് 2023 സെപ്റ്റംബറിൽ പാകിസ്ഥാൻ അഫ്ഗാൻ അഭയാർത്ഥികളെ നാടുകടത്താൻ തുടങ്ങി. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് ഇതുവരെ കുറഞ്ഞത് 8,44,400
99 അഫ്ഗാൻ പൗരന്മാരാണെങ്കിലും നിർബന്ധിതമായി അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട്. കള്ളക്കടത്തുകാരെ തീവ്രവാദികളെ പോലെയാണ് പരിഗണിക്കേണ്ടതെന്ന് ലണ്ടനിൽ സംഘടിത കുടിയേറ്റ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ഒരു അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ ആതിഥേയത്വം വഹിക്കുന്ന കെയർ സ്റ്റാമർ നിലപാട് വ്യക്തമാക്കും. കള്ളക്കടത്തുകാരെ തടയാൻ ദേശീയ അതിർത്തികൾ കടന്ന് സഹകരിക്കാൻ 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളോട് സ്റ്റാമർ അഭ്യർത്ഥിക്കും. സ്വയം നിയന്ത്രിത റോബോ ടാക്സിയുടെ പരീക്ഷണ ഓട്ടത്തിന് അബുദാബിയിൽ തുടക്കമായി. അടുത്ത വർഷം ആദ്യം സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് ഈ നടപടി. UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വയം നിയന്ത്രിതമായ വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയായ ഒട്ടോഗോയാണ് തങ്ങളുടെ റോബോ ടാക്സിയുടെ പരീക്ഷണയോട്ടം വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ആരംഭിച്ചതെന്ന് വാം റിപ്പോർട്ട് ചെയ്തു. സംയോജിത ഗതാഗത കേന്ദ്രവുമായി സഹകരിച്ചാണ് പരീക്ഷണയോട്ടം. റോബോ ടാക്സിയുടെ പരീക്ഷണം അബുദാബിയിലെ നഗര ഗതാഗതത്തിന്റെ ബൃഹത്തായ പരിവർത്തനത്തിന്റെ തുടക്കമാണെന്ന് ഒട്ടോഗോയുടെ മാതൃകമ്പനിയായ ഇൻസ്റ്റുഗി ഹോൾഡിംഗ് മാനേജിംഗ് ഡയറക്ടർ സീൻ ടിയോ പറഞ്ഞു. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുക, സുസ്ഥിര ഗതാഗതം കൈവരിക്കുക എന്നീ 2 ലക്ഷ്യങ്ങളാണ് റോബോ ടാക്സികൾ മുന്നോട്ട് വയ്ക്കുന്നത്. പൊതുനിരത്തുകളിലെ അതത് സാഹചര്യങ്ങളായി വാഹനം എങ്ങനെ പെരുമാറുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന പരീക്ഷണയോട്ടം ചൈനീസ് ടെക് അധികായമായ ബൈഡുവിന്റെ സഹസ്ഥാപനമായ അപ്പോളോ ഗെയുമായി സഹകരിച്ചാണ് ഒട്ടോഗോ നടത്തുന്നത്. ഊബറും ചൈനയുടെ വീറൈഡും ചേർന്ന് ഡിസംബറിൽ പശ്ചിമേഷ്യയിലെ ആദ്യത്തെ വാണിജ്യ ഡ്രൈവർ രഹിത വാഹന സർവീസിന് അബുദാബിയിൽ തുടക്കം കുറിച്ചിരുന്നു. മക്കയിലും മദീനയിലും തീർത്ഥാടകർക്ക് 65,000-ലധികം ആതുര സേവനങ്ങൾ നൽകിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. റമദാൻ 25 വരെ നൽകിയ ആതുര സേവനങ്ങളുടെ കണക്ക് മന്ത്രാലയം വെളിപ്പെടുത്തി. വിഷൻ 2030 ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി തീർത്ഥാടകരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പു നൽകുന്ന സമഗ്രമായ പദ്ധതികളാണിത്. അത്യാഹിത വിഭാഗങ്ങളിൽ 52,000 സേവനങ്ങൾ, 10,000 പ്രാഥമിക പരിചരണ സേവനങ്ങൾ, ഏകദേശം 3,000 ഡയാലിസിസുകൾ, 400 ശസ്ത്രക്രിയകൾ, 150-ലധികം കാർഡിയാക് കത്തീഡ്രലൈസേഷനുകൾ എന്നിവ നൽകിയ സേവനങ്ങളിൽ ഉൾപ്പെടും. മെഡിക്കൽ സ്ഥാപനങ്ങളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചും സ്പെഷ്യലൈസ്ഡ് ഉദ്യോഗസ്ഥരുടെ കഴിവുകൾ വർദ്ധിപ്പിച്ചും തീർത്ഥാടകർക്ക് സംയോജിത ആരോഗ്യ സേവനങ്ങൾ നൽകാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. മദീന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പുതിയ ലോഞ്ച് ഗവർണർ അമീർ സൽമാൻ ബിൻ സുൽത്താൻ ബിൻ അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു. 1200 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള അൽ തൻഫീത്തി ലോഞ്ചിൽ പ്രതിവർഷം 2,40,000-ലധികം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയും. ഉദ്ഘാടന ചടങ്ങിൽ ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ അസീസ് അൽ ദുവൈജ അൽ തൻഫീത്തി, കമ്പനി ചെയർമാൻ മുഹമ്മദ് അൽ ഖുറൈസിയും പ്രാദേശിക സിവിൽ സൈനിക ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ചൈനയിലെ നിക്ഷേപ അവസരങ്ങൾ സൗദി ആരാംകോ പരമാവധി ഉപയോഗപ്പെടുത്തുമെന്ന് പ്രസിഡന്റ് എഞ്ചിനീയർ അമീർ നാസർ പറഞ്ഞു. ബീജിംഗിൽ നടന്ന ചൈന ഡെവലപ്മെന്റ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചൈന സൗദി ആരാംകോയുടെ വലിയ വിപണിയും കമ്പനിയുടെ ആഗോള തന്ത്രത്തിലെ പ്രധാന ഘടകവുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപ കേന്ദ്രങ്ങളിലൊന്നാണ് ചൈനയെന്നും സൗദി ആരാംകോയുടെ നിലവിലെ നിക്ഷേപങ്ങളെക്കുറിച്ച് ചൈനയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ ആരാംകോ പ്രസിഡന്റ് പറഞ്ഞു. കമ്പനിയുടെ നിക്ഷേപങ്ങൾ നിലവിൽ ഫുജിയാൻ, ലിയോണിംഗ്, സെയ്ജിയോങ്, ടിയാജിൻ പ്രവേശ്യകളിലാണ്. ഊർജവും രാസവസ്തുക്കളും സാങ്കേതിക വികസനവും ഉൾപ്പെടെയുള്ള അധിക അവസരങ്ങൾ ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നത് തുടരുന്നു. ഗുണനിലവാരത്തിൽ ഊന്നൽ നൽകുന്നതും ഊർജവും വ്യാവസായിക അസംസ്കൃത വസ്തുക്കളും ആവശ്യമുള്ളതുമായ ഒരു അഭിലാഷ വികസന പദ്ധതിയാണ് ചൈന നടപ്പിലാക്കുന്നത്. ഇനിയൊരിടവേള. തിരികെ വാർത്തകളിലേക്ക്. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. ഉത്തർപ്രദേശിൽ നവരാത്രി, ഈദുൽ ഫിത്തർ ആഘോഷങ്ങളുടെ ഭാഗമായി പള്ളികളിലും ക്ഷേത്രങ്ങളിലും സുരക്ഷ ശക്തമാക്കി. നോയിഡയിലെ മുസ്ലിം പള്ളികളിലും മറ്റ് ആരാധനാലയങ്ങളിലും 5000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. സംസ്ഥാനത്ത് ക്രമസമാധാനം നിലനിർത്താൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് പോലീസ് കമ്മീഷണർ ശിവഹരി മീണ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. യുവതലമുറയാണ് ഭാരതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാധവ് മന്ത്രാലയം പ്രീമിയം സെന്ററിലെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മികച്ച ആത്മവിശ്വാസമുള്ളവരാണ് ഭാരതത്തിന്റെ യുവതലമുറ. രാഷ്ട്ര നിർമ്മാണം എന്ന ആശയത്തിൽ ആവേശം കൊണ്ടവർ മുന്നേറുകയാണ്. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന്റെ പതാക ഏന്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭാരതത്തിലേക്കുള്ള വിദേശ പൗരന്മാരുടെ അനധികൃത കുടിയേറ്റം തടയുന്നതിനും ഭാരതത്തെ ലക്ഷ്യം വെക്കുന്ന ആഗോള ഭീകരവാദ അജണ്ടകൾക്ക് കൂച്ചുവിലങ്ങ് ഇടുന്നതിനുമായി ഇമിഗ്രേഷൻസ് ആൻഡ് ഫോറിൻസ് ബിൽ പാസാക്കി. കേന്ദ്ര സർക്കാർ ദേശീയ സുരക്ഷയ്ക്കും രാജ്യത്തിന്റെ പരമാധികാരവും നിലനിർത്തുന്നതിനോടൊപ്പം രാജ്യാന്തര ഭീകരവാദ അജണ്ടകൾക്ക് കടിഞ്ഞാണിടുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് ഈ ബിൽ. ഇനി കേരള ഹൈലൈറ്റ്സ്. CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിക്ക് സാധ്യതയേറുന്നു. കേന്ദ്ര കമ്മിറ്റിയിൽ തുടരുന്നവരിൽ മുതിർന്ന അംഗം എന്നതാണ് പരിഗണിക്കുന്നത്. പ്രായപരിധി കഴിഞ്ഞവരെ ജനറൽ സെക്രട്ടറിയായി പരിഗണിക്കില്ലെന്ന് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. അതേസമയം അശോക് ധാവ്ലെയുടെ പേര് ചർച്ചയാകുകയാണ്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 110.71 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 85.56 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 92.54 ഇന്ത്യൻ രൂപ,
ഒരു പൗണ്ട് 1.29 US$. ഇനി സ്പോർട്സ്. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 7 വിക്കറ്റ് ജയവുമായി ഡൽഹി ക്യാപിറ്റൽസ്. പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്ത്. ഹൈദരാബാദ് ഉയർത്തിയ 164 റൺസ് വിജയലക്ഷ്യം 16 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഡൽഹി മറികടന്നു. 27 പന്തിൽ 50 റൺസ് എടുത്ത ഫാഫ് ഡുപ്ലസിയാണ് ഡൽഹിയുടെ ടോപ്പ് സ്കോറർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തെ വിശ്വാസി സമൂഹത്തിന് ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്ന് UAE ഭരണാധികാരികൾ. അബുദാബി ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിൽ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്ത പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. പ്രതിലോമ ശക്തികളെ മനുഷ്യത്വത്തിന്റെയും മൈത്രിയുടെയും കൈകോർക്കലുകളുടെ ചെറുക്കേണ്ടതുണ്ടെന്ന് പെരുന്നാൾ ദിനാശംസിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹിയിൽ കള്ളപ്പണം തേടി നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയത് നോയിഡ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന വമ്പൻ നീല ചലച്ചിത്ര നിർമ്മാണ റാക്കറ്റിനെ. ലൂസിഫറിലെ വില്ലൻ ബോളിവുഡ് താരം വിവേക് ഒബ്രോയുമായി ബന്ധപ്പെട്ട കമ്പനിയിൽ ED റെയ്ഡ് നടത്തി. 19 കോടി രൂപയുടെ ആസ്തികൾ ED കണ്ടുകെട്ടി. തനി സ്വഭാവം പുറത്തുകാട്ടി ഡൊണാൾഡ് ട്രംപ്. ഉക്രൈനിലെ ധാതു ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പിന്തുണച്ച് നിലപാടെടുത്ത ട്രംപ് ഇപ്പോൾ പുടിനെ തള്ളിപ്പറയുന്നു. 1 മാസത്തിനുള്ളിൽ ഉക്രൈനിൽ വെടിനിർത്തൽ കരാറിന് റഷ്യൻ നേതാവ് സമ്മതിച്ചില്ലെങ്കിൽ മോസ്കോയുടെ എണ്ണ കയറ്റുമതിയിൽ തീരുവ ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ്. UK-യും US-ഉം തമ്മിലുള്ള സാമ്പത്തിക കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ വേഗതയിൽ തുടരുമെന്ന് ഫോൺ സംഭാഷണത്തിൽ സമ്മതിച്ച് സർ കെയർ സ്റ്റാമറും ഡൊണാൾഡ് ട്രംപും. ഇസ്രായേലിന്റെ ഉരുക്കുമുഷ്ടിയിൽ ശ്വാസം മുട്ടി ഗാസ. അവസരം മുതലാക്കി ട്രംപ്. ഗാസയിൽ തടവിലാക്കപ്പെട്ട ഇസ്രായേലികളുടെ മോചനം ഉറപ്പാക്കാൻ ഒരു കരാറിലെത്താൻ താൻ തയ്യാറാണെന്ന് സൈനിക സമ്മർദ്ദം ഫലപ്രദമാണെന്നും ബെഞ്ചമിൻ നെതന്യാഹു. UK-യും US-ഉം തമ്മിലുള്ള സാമ്പത്തിക കരാറിനെ കുറിച്ചുള്ള ഉൽപാദനക്ഷമമായ ചർച്ചകൾ വേഗത്തിൽ. കള്ളക്കടത്തുകാരെ തീവ്രവാദികളെ പോലെയാണ് പരിഗണിക്കേണ്ടതെന്ന് ലണ്ടനിൽ സംഘടിത കുടിയേറ്റ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ഒരു അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ നിലപാടെടുക്കാൻ കെയർ സ്റ്റാമർ. ഗ്രീൻലാൻഡ് നിയന്ത്രണം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവനകൾക്ക് മറുപടിയായി ഗ്രീൻലാൻഡ് US-ന് ലഭിക്കില്ലെന്ന് ഗ്രീൻലാൻഡ് നിയുക്ത പ്രധാനമന്ത്രി ജെൻസ് ഫെഡറിക് നീൽസൺ. വാരാന്ത്യത്തിൽ ഒന്റാറിയൻ ഐസ് കൊടുങ്കാറ്റ് വീശി അടിച്ചതോടെ ഞായറാഴ്ച 3 ലക്ഷത്തിലധികം കനേഡിയന്മാർക്ക് വൈദ്യുതി തടസ്സം നേരിട്ടു. ഒട്ടാവ, ക്യൂബൈക്ക്, ഒന്റാറിയോ എന്നിവയുടെ ചില ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ചയ്ക്കുള്ള ശൈത്യകാല കൊടുങ്കാറ്റ് മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ച് എൻവയോൺമെന്റ് കാനഡ. സ്വയം നിയന്ത്രിത റോബോ ടാക്സിയുടെ പരീക്ഷണ ഓട്ടത്തിന് അബുദാബിയിൽ തുടക്കമായി. വിഷൻ 2030ന്റെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി മെക്കയിലും മദീനയിലും തീർത്ഥാടകർക്ക് 65,000-ത്തിലധികം ആതുര സേവനങ്ങൾ നൽകി ആരോഗ്യ മന്ത്രാലയം. മദീന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുതിയ ലോഞ്ച് അൽ തൻഫീതി ഉദ്ഘാടനം ചെയ്ത് ഗവർണർ അമീർ സൽമാൻ ബിൻ സുൽത്താൻ ബിൻ അബ്ദുൽ അസീസ്. CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിക്ക് സാധ്യതയേറുന്നു. ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.